മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതിൻ്റെ ഭാഗമായി KKCA 2009 നിങ്ങൾക്കായി ഓണം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുകയാണ്. പണ്ട് മഹാബലി എന്ന അസുര ചക്രവർത്തി കേരളം ഭരിച്ചിരുന്ന അന്ന് എങ്ങും ശാന്തിയും സമാധാനവുമായിരുന്നു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ആ കാലമായിരുന്നു മഹാബലിയുടെ ഭരണകാലം. ഇതിൽ അസൂയ പൂണ്ട് ദേവന്മാർ മഹാബലിയെ ഇല്ലാതാക്കാൻ വാമനനെ അയച്ചു. മഹാബലിയുടെ ദൗർബല്യമായ ദാനമനസ്കതയെ മുതലെടുത്ത് വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അങ്ങനെ ചവിട്ടി താഴ്ത്തും മുമ്പ് മഹാബലിയുടെ ഒരു അപേക്ഷ വാമനൻ സ്വീകരിച്ചു. വർഷത്തിൽ ഒരു നാൾ ഞാൻ സ്നേഹിച്ച പ്രജകളെ കാണാൻ വരാനുള്ള അനുവാദം മഹാബലിക്ക് വാമനൻ കൊടുത്തു. അങ്ങനെ തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി വരുന്ന സമയമാണ് നമ്മൾ മലയാളികൾ ഓണം എന്ന പേരിൽ കൊണ്ടാടുന്നത്. ഇത് ഒരു ഐതിഹ്യമെങ്കിലും മഹാബലിയുടെ ഭരണകാലവും ഇന്നത്തെ ലോകവും തമ്മിലുള്ള നമുക്കൊന്ന് താരതമ്യം ചെയ്താൽ അന്ന് കളവും ചതിയും ഇല്ല, മനുഷ്യരെല്ലാം ഒന്നുപോലെ വസിച്ച് ശാന്തി സമാധാനവും പുലർത്തിയിരുന്ന കാലം. ഇപ്പോഴതെല്ലാം എതിരായി രാജ്യങ്ങൾക്കെതിരായും മനുഷ്യർക്കെതിരായും വാളെടുത്ത് നിൽക്കുന്നു. ഇത് കണ്ടുമടുത്തും നമ്മുടെ പ്രകൃതിയും മനുഷ്യർക്കെതിരായി സുനാമികളുടെ രൂപത്തിലും പകർച്ചവ്യാധികളുടെ രൂപത്തിലും വരുന്നു. ജീവിതത്തിൻ്റെ അന്നം തേടി ഈ മരുഭൂമി കഷ്ടപ്പെടുന്ന പ്രവാസികളായ നമ്മൾ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ ഓർമ്മകളുമായി ഒരല്പസമയം സന്തോഷത്തോടെയും കഴിയാം. നന്മയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം ആഘോഷിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെയും പൂക്കാലത്തിൻ്റെയും ഓണസദ്യയുടെയും ഓർമ്മയായി 1000 നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു പുന്നാരത്തേൻ കനി
ഒരു സംഘടനയ്ക്ക് ആവശ്യമായത് നല്ലൊരു ജനസമൂഹം, സ്നേഹവും സന്തോഷവും ഐശ്വര്യവുമുള്ള ഒരു ജനസമൂഹവും, സംഘടനയ്ക്കൊരു നല്ല വിഷൻ, കത്തോലിക്ക സംഘടനയായതുകൊണ്ട് കാത്തലിക് പ്രിൻസിപ്പിൾസ്, പ്രത്യേകമായിട്ട് ഈ 3 സംഗതികളും KKCA-യിലുണ്ട്. അത് ലീഡ് ചെയ്യുവാൻ നല്ലൊരു നായകൻ, പ്രത്യേകിച്ച് മിസ്റ്റർ മാത്തച്ചൻ ജോസഫ്, പിന്നെ നിങ്ങൾ ഓരോരുത്തരും. ദൈവം ഈ 3 പ്രിൻസിപ്പൽ, വിഷൻ ആൻഡ് ഗുഡ് പീപ്പിൾ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനിയും കുവൈറ്റ് മലയാളി കാത്തലിക് അസോസിയേഷൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് വളരെ സന്തോഷം. നന്ദിപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേടിക്കൊണ്ട് കുവൈറ്റ് മലയാളി കാത്തലിക് അസോസിയേഷൻ്റെ പേരിൽ 2 നന്ദി വാക്ക് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു.